സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമാക്കുന്നതിനിടെ മലപ്പുറത്തും ഷിഗല്ല മരണം സ്ഥിരീകരിച്ചു. വയറിളക്കം ബാധിച്ചു മരിച്ച കീഴാറ്റൂർ സ്വദേശിനി സരോജിനിക്കാണ് ഷിഗല്ല ബാധിച്ചിരുന്നതായി പരിശോധനാ ഫലം പുറത്തുവന്നത്. 59 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചായിരുന്നു ഇവരുടെ അന്ത്യം. കടുത്ത വയറിളക്കത്തെ തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കീഴാറ്റൂർ സ്വദേശിനി സരോജിനിയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ ആരോഗ്യനില അതിവേഗം വഷളാകുകയും ഗുരുതരാവസ്ഥയിലാകുകയും ചെയ്തതോടെ ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് ചൊവ്വാഴ്ചയോടെ ഇവർ മരണത്തിന് കീഴടങ്ങി. മരണശേഷമുള്ള വിശദമായ പരിശോധനയിലാണ് ഇവർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഈ മരണം, ഈ സരോജിനി എന്ന് പറയുന്ന ലേഡി മരണപ്പെടുന്ന ഷിഗല്ല മൂലമാണെന്ന് ഇന്നലെയാണ് ഇപ്പൊ അതിന്റെ റിസൾട്ട് വരുന്നത്. 9-ാം തീയതിയാണ് അവർ മരണപ്പെടുന്നത്. ഛർദിയും വയറിളക്കം ഉണ്ടായിരുന്നു. കഠിനമായ വയറിളക്കവും ഛർദി അവർക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നത്. പക്ഷെ മരണം അന്ന് സ്ഥിരീകരിച്ചത് ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ്. പക്ഷേ പൊതുവെ ഈ ലക്ഷണം കണ്ടപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് അതിന് പരിശോധന നടത്തി ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ ഷിഗല്ല മൂലമാണ് മരിച്ചത് എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ അത് വന്നു എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം വേറെ ആർക്കും ലക്ഷണമില്ല. ആ പ്രദേശത്ത് 10-60 വീടുകളുണ്ട്. അവിടെ നിന്ന് ആർക്കും ഒരു ലക്ഷണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് നമ്മൾ കവർ ചെയ്യുകയും ചെയ്തു. 3 ദിവസം കഴിഞ്ഞു. ഇപ്പൊ 5-6 ദിവസത്തോളായി. ആർക്കും ഒരു ലക്ഷണവും ഉണ്ടായിട്ടില്ല. അപ്പോൾ മുൻകരുതൽ എന്ന നിലക്ക് നമ്മൾ ഈ വയറിളക്കം ഛർദിയും കാണുന്ന പ്രദേശത്തൊക്കെ തന്നെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പോകാറുണ്ട്. പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ അവർ പോയിട്ട് പനി ക്ലിനിക്കുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ബോധവൽക്കരണങ്ങൾ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ അവർ ഒരാഴ്ചയായിട്ട് ഇപ്പൊ അവിടെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ കിണറുകളും ചുറ്റുഭാഗത്തുള്ള കിണറുകളൊക്കെ തന്നെ ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാവൂന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വൈറസ് അല്ലാത്തതും വലിയൊരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നതാണ്. ബാക്ടീരിയ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം ശുദ്ധിയായിട്ട് കഴിക്കുക, വെള്ളം തിളപ്പിച്ചാറിയിട്ട് കുടിക്കുക. സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ച് നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. കിണറുകള് ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആശങ്കക്ക് അടിസ്ഥാനമില്ല. 100% നമ്മുടെ കൺട്രോളാണ് ഇപ്പോൾ ഉള്ളത്. വേറെ ആർക്കും ഇതുവരെ ഭാഗ്യവശാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മലപ്പുറം ഉൾപ്പെടെയുള്ള മലബാർ മേഖലകളിൽ ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. വ്യക്തിശുചിത്വം പാലിക്കാനും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാനും അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയറിളക്കമോ മറ്റ് അസ്വസ്ഥതകളോ കണ്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഉടനടി ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. KSFE വളാഞ്ചേരി ബ്രാഞ്ചിൽ ഉടൻ ആരംഭിക്കുന്നു 100 മാസ ചിട്ടി. 25 ലക്ഷം രൂപയുടെ ചിട്ടി. വീട് പണിയാൻ, ബിസിനസിന് എല്ലാത്തിനും അനുയോജ്യം. വളാഞ്ചേരി ബ്രാഞ്ചുമായി ഉടൻ ബന്ധപ്പെടുക.